ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലൊക്കെ പഠിപ്പിക്കുന്നൊരു പാഠ്യവിഷയം മാത്രമായിട്ടല്ല നമ്മുടെ സാമാന്യ ജീവിതത്തിൽ നമ്മൾ ഫിലോസഫി എന്ന പദം ഉപയോഗിക്കുകയും ശീലിക്കുകയും ചെയ്യുന്നത്. ശീലിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഇടയിൽ, നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്പം ഗൗരവത്തോടു കൂടി ഒരാൾ എന്തെങ്കിലും സംസാരിച്ചാൽ അയാളോട് പരിഹാസരൂപേണ നമ്മൾ പറയുന്നതാണ്, നീ തൽക്കാലം നിൻ്റെ ഫിലോസഫി നിർത്ത് എന്നൊക്കെ. എന്നാൽ എന്താണ് ശരിക്കും ഫിലോസഫി എന്ന വിഷയം, അല്ലെങ്കിൽ ആ പദം, അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ഫിലോസഫിക്ക് മലയാളത്തിൽ തത്വശാസ്ത്രം, തത്വചിന്ത, ദർശനം ഇങ്ങനെ പല പദങ്ങൾ ഉപയോഗിച്ച് വരാറുണ്ട്. എന്തൊക്കെയാണ് ഫിലോസഫിയിൽ ചെയ്യുന്നത് എന്ന് പറയാമെന്ന് കരുതുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഫിലോസഫി അല്പം കുഴപ്പിക്കുന്ന, അല്പം കയ്പേറിയ, സമൂഹത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു രീതി പദ്ധതിയുടെ പേരാണ്. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളെ കണ്ണ് നൽകുന്ന എല്ലാ അറിവും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു അറിവാണോ? അതായത് കണ്ണിനെ നിങ്ങൾക്ക് പരിപൂർണമായി വിശ്വസിക്കാനാവുമോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ വിമാനം കണ്ടിട്ടുണ്ടല്ലോ. 100-150 ആളുകളെ വഹിക്കാൻ ശേഷിയുള്ള വലിയൊരു വാഹനമാണ്. നിത്യേന നമ്മുടെ കണ്ണിന് മേലെ, തലക്കു മേലെ ആകാശത്തോടെ പറക്കുമ്പോൾ ആ വിമാനത്തിൻ്റെ വലിപ്പം ഒരു മുട്ടുസൂചിയുടെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മൾ കണ്ണ് നൽകുന്ന അറിവ്, കാഴ്ച എന്നുള്ള ഇതിൽ അതിൻ്റെ വലിപ്പവുമായി ഒരു ബന്ധമില്ലാത്തൊരു കാഴ്ചയല്ലേ തരുന്നത്. ഇനി മറ്റൊന്നൊരു പർവ്വതം, ദൂരെ നിന്ന് നോക്കുമ്പോൾ പർവ്വതത്തിൻ്റെ വലിപ്പം വളരെ ചെറുതല്ലേ. ഉയരത്തുനിന്ന് നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ മനുഷ്യരെല്ലാം ഉറുമ്പിനെ പോലല്ലേ തോന്നുക. ഇതെല്ലാം കാഴ്ച, കണ്ണ് നൽകുന്ന അറിവാണല്ലോ. അപ്പോൾ കണ്ണ് നൽകുന്ന അറിവിന് നമുക്ക് എല്ലാ സമയത്തും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഇതിപ്പോൾ ഫോണാണ് എന്ന് നിങ്ങൾ കണ്ണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സംശയലേശമനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണാവട്ടെ, ശരീരത്തിന് ത്വക്കാവട്ടെ, നാക്കാവട്ടെ, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവ് എല്ലാ സമയത്തും സത്യമാണ് നൽകുന്നത് എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. ഇനി ഇതെല്ലാം സത്യമാണ് എന്ന് കരുതിയാൽ പോലും എന്താണ് ശരിക്കും സ്വപ്നം? സ്വപ്നമാകുന്നത് നമ്മൾ സ്വപ്നം നിന്ന് എണീക്കുമ്പോഴാണല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് സ്വപ്നത്തിലാണെങ്കിലോ, നമ്മളെല്ലാവരും സ്വപ്നത്തിൻ്റെ അടിയിലാണ് ഇത് കാണുന്നുണ്ടെങ്കിലോ? അത് സ്വപ്നമല്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എണീക്കണം. ഇപ്പോൾ ലോകത്തെ എല്ലാ മനുഷ്യരും ഒരു സ്വപ്നത്തിലാണ് എന്ന് ചിന്തിച്ചൂടെ? ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അല്പം കുഴപ്പിക്കുന്നതാണ്. ഇത്തരം കുഴപ്പിക്കുന്ന, ഉറപ്പിക്കപ്പെടുന്ന സത്യങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ചോദ്യ നിർമ്മാണത്തിൻ്റെ കലയാണ് തത്വചിന്ത അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്നത്.